സ്റ്റഡി ബോർഡ്. ഇവിടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് HSST കോമേഴ്സ് നോക്കുന്ന വിദ്യാർത്ഥികൾക്കായിട്ടുള്ളൊരു ക്ലാസ്സാണ്. അപ്പോൾ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ് നമ്മളിവിടെ കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സ്റ്റഡി ബോർഡ് ഒരുപാട് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ്. HSST ക്ലാസ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മൊത്തം ഫീസ് HSST കോമേഴ്സ് സബ്ജക്റ്റുകൾക്ക് മാത്രം മൊത്തം ഫീസാകെ 1000 രൂപയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങൾക്ക് ജാനുവരി ലാസ്റ്റ് വരെ ടൈമുണ്ട്. കാര്യം ഒരു റിവിഷൻ ക്ലാസ് പോലെയാണ് നമ്മളിത് കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ക്ലാസ്സുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ജാനുവരി ലാസ്റ്റ് വരെ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. അതിനുശേഷം പിന്നെ നമുക്ക് അഡ്മിഷൻസ് എടുക്കാൻ സാധിക്കില്ല. അപ്പോൾ ചെറിയൊരു ബാച്ച് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കില്ല. ഇനി ഒരു റിവിഷൻ ക്ലാസ്സിലേക്ക് മാത്രമേ നമുക്ക് ഉദ്യോഗാർത്ഥികളെ ആഡ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ കാര്യങ്ങളൊന്ന് അറിയിച്ചത് മാത്രമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ ആദ്യമായിട്ട് നമുക്കറിയാം കേരള നവോത്ഥാനം. അപ്പോൾ അതിൽ സിലബസിൽ പോലും കണ്ടിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതിവിടെ ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ കേരള നവോത്ഥാനത്തിൽ കുറിച്ചുള്ള ചോദ്യങ്ങളാണ് ആദ്യം വന്നിരിക്കുന്നത്. ഹു ആർ ദ 2 ഡിസൈപ്പിൾസ് ഓഫ് ശ്രീനാരായണ ഗുരു അറ്റൻഡഡ് ദ വൈക്കം സത്യാഗ്രഹ? വൈക്കം സത്യാഗ്രഹം അറ്റൻഡ് ചെയ്തതിൽ അല്ലെങ്കിൽ വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത ശ്രീനാരായണ ഗുരുദേവൻ്റെ 2 ശിഷ്യന്മാരാരായിരുന്നു എന്നുള്ളതാണ്. സ്വാമി സത്യവർത്തം ആൻഡ് കോട്ടുകൊയ്കൽ വേലായുധം. ഈ 2 പേരാണ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്തിരുന്നത്. ഓക്കെ, ഇതേ ചോദ്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കില്ല. അപ്പോൾ അതിൻ്റെ ഒരു പാറ്റേൺ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനാണ് ഈ ഒരു ക്ലാസ് എടുക്കുന്നത്. ചോദ്യം 2, ഹു ഇസ് ദ ഓതർ ഓഫ് ദ ബുക്ക് അകലത്തിരുട്ട്? ഓക്കെ, അത് വൈകുണ്ഠസ്വാമികളാണ്. പിന്നെ വിച്ച് ഇയർ സെക്കൻഡ് ഈഴവ മെമ്മോറിയൽ വാസ് സബ്മിറ്റഡ്? 1900-ലാണ്, 1900-ലാണ് രണ്ടാം ഈഴവ മെമ്മോറിയൽ സബ്മിറ്റ് ചെയ്യപ്പെട്ടത് എന്നുള്ളതാണ്. പിന്നെ അടുത്ത ചോദ്യം, ഫേമസ് വുമൺ ആക്ടിവിസ്റ്റ് ഇൻ കേരള മഹിളാ ദേശ സേവിക സംഘ്. മഹിളാ ദേശ സേവിക സംഘ് എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ, അതായത് സ്ത്രീപക്ഷ സ്ഥാപനത്തിൻ്റെ ഫേമസ് ആക്ടിവിസ്റ്റ് ആരായിരുന്നു എന്ന് വെച്ചാൽ ലളിത പ്രഭു ആയിരുന്നു. അപ്പോൾ കുറച്ചൊന്നും ഡെപ്ത് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മളടുത്ത് ചോദിക്കുന്നത്. അപ്പോൾ HSST ലെവലിലായതുകൊണ്ട് തന്നെ കുറച്ച് നമ്മളൊരു ഹൈസ്കൂൾ ലെവലിലുള്ള ചോദ്യങ്ങളല്ല വരുന്നത്. കുറച്ചും കൂടി ഡെപ്ത് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. ഹു വാസ് ദ മാർട്ടിയർ ഓഫ് പാലിയം സത്യാഗ്രഹ? പാലിയം സത്യാഗ്രഹത്തിൽ രക്തസാക്ഷിത്വം വഹിച്ചത് ആരായിരുന്നു എന്നുള്ളതാണ്. AG വേലായുധൻ. പിന്നെ ജോൺസ് ഡിസീസ് എഫക്റ്റ് എന്തിനെ ബാധിക്കുന്നു എന്നുള്ളതാണ്. അത് കന്നുകാലികളെ, കാറ്റലിനെയാണ് ബാധിക്കുക. ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് മെർക്കുറി, ലോകത്തിലെ ഏറ്റവും കൂടുതൽ മെർക്കുറി ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം സ്പെയിനാണ്. 8ാമത്തെ ചോദ്യം, വേൾഡ് ഓസോൺ ഡേ. അത് വളരെ എളുപ്പമുള്ളൊരു ചോദ്യം തന്നെയാണ്. സെപ്റ്റംബർ 16. അത് ഈ ദിനങ്ങളൊക്കെ ഒന്ന് ഓർത്തു വെക്കുന്നത് നല്ലതാണ്. ഓസോൺ ഡേ സെപ്റ്റംബർ 16 വരുന്നത്. ഹു റോട്ട് ദ ഓട്ടോബയോഗ്രഫി എന്ന ബുക്ക് ആര് രചിച്ചത് എന്നുള്ളതാണ്. അന്ന ചാണ്ടിയാണ് ഓട്ടോബയോഗ്രഫി എന്നുള്ള ബുക്ക് രചിച്ചത്. വേൾഡ് ഹ്യൂമൻ റൈറ്റ്സ് ഡേ വരുന്നത് ഡിസംബർ 10. പിന്നെ ടൈപ്പ് 1 എറർ ഒക്കേഴ്സ് വെൻ. അപ്പോൾ ഇത് നമ്മുടെ കോമേഴ്സ് വിഷയങ്ങളിലേക്ക് നമ്മൾ കടക്കാൻ തുടങ്ങുകയാണ്. QT ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സ്റ്റാറ്റുമായിട്ട് റിസർച്ചുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളിലേക്ക് കടക്കുകയാണ്. ടൈപ്പ് 1 എറർ എവിടെയാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് സംഭവിക്കുന്നത്? നൾ ഹൈപ്പോത്തസിസ് സത്യം ശരിയായതും ബട്ട് ഇറ്റ് ഈസ് റിജക്റ്റഡ് ചെയ്യാണ്. ഓക്കെ, നൾ ഹൈപ്പോത്തസിസ് ഇസ് ട്രൂ ബട്ട് ഇറ്റ് ഈസ് റിജക്റ്റഡ്. അപ്പം അത്തരത്തിലൊരു സിറ്റുവേഷനിലാണ് ടൈപ്പ് 1 എറർ നടക്കുക എന്നുള്ളതാണ്. പിന്നെയോ ക്വസ്റ്റ്യൻ നമ്പർ 12 എ മെഷർ ഓഫ് ദ ആവറേജ് ഡീവിയേഷൻ ഫ്രം ദ മീൻ ഈ സ്ക്വയർഡ് യൂണിറ്റ്സ് ഈസ് ഏതാണ് എന്നുള്ളതാണ്. വേരിയൻസ് ആണ്. ആവറേജ് ഡീവിയേഷൻ ഫ്രം മീനിനെ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ, അപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷനെ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ്. വേരിയൻസ് ആണ് ഉത്തരം വരുന്നത്.
കൃത്യമായിട്ടുള്ള മാച്ചിങ് കൊടുക്കുക എന്നുള്ളതാണ്. റാങ്ക് ഓഫ് സ്റ്റുഡൻസ് ഇൻ എ മ്യൂസിക്കൽ ടെസ്റ്റ്. പിന്നെ ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ഓഫ് എ ടേബിൾ. ദെൻ ക്ലാസ് നമ്പേഴ്സ് ഓഫ് സ്റ്റുഡൻസ്, ഇൻ്റലിജൻസ് സ്കോർസ് ഇൻ എ ടെസ്റ്റ്. അപ്പോൾ ഉത്തരം ഇവിടെ സി ആണ് വന്നിരിക്കുന്നത്. അതായത് എ ഓർഡിനൽ സ്കെയിലാണ്. മ്യൂസിക്കൽ ടെസ്റ്റിൽ വിദ്യാർത്ഥികളെ റാങ്ക് ചെയ്യുന്നത് ഓർഡിനൽ സ്കെയിലാണ്. ബി എന്താണ്? ലെങ്ത്തും ബ്രെഡ്ത്തും ഒരു റേഷ്യോ സ്കെയിലാണ്. ക്ലാസ് നമ്പേഴ്സ് ഓഫ് സ്റ്റുഡൻസ് എന്താണ്? അത് നോമിനൽ സ്കെയിലാണ്. പിന്നെ ഇൻ്റലിജൻസ് സ്കോർ എന്താണ്? അത് വരുന്നത് ഇൻ്റർവെൽ സ്കെയിലിലാണ് വരുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്കെയിലിംഗ് ഒന്ന് പഠിച്ചു വെക്കുക, വരാൻ ചാൻസ് കൂടുതലാണ്. ഈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, വേരിയൻസ് ഇതുപോലുള്ള കാര്യങ്ങൾ നോക്കി വെക്കുക. പിന്നെ ന്യൂമറിക്കൽ ക്യാരക്ടറിസ്റ്റിക് ഓഫ് എ സാമ്പിൾ, ഇതൊക്കെ എന്താണ് ക്യൂട്ടി ആയിട്ട് ബന്ധപ്പെട്ടിട്ടോ അല്ലെങ്കിൽ സ്റ്റാറ്റി ആയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ റിസർച്ചുമായിട്ടോ ഒക്കെ ബന്ധപ്പെട്ട് വരുന്ന ചോദ്യങ്ങളാണ്. ഓക്കെ, ദ ന്യൂമറിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ സാമ്പിൾ ഈസ് സ്റ്റാറ്റിസ്റ്റിക്. ഓക്കെ, സി ആണ് ഉത്തരമായിട്ട് വന്നിരിക്കുന്നത്. അടുത്ത ചോദ്യം മാച്ച് ദ ഫോളോയിങ് ആണ്. അപ്പോൾ റിസർച്ച് തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഹിസ്റ്റോറിക്കൽ റിസർച്ച്, ഫെനോമെനോളജിക്കൽ റിസർച്ച്, എത്നോഗ്രാഫിക് റിസർച്ച്, സർവേ റിസർച്ച്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം വന്നിരിക്കുന്നത് ഓപ്ഷൻ ബി ആണ്. അപ്പോൾ എ ഹിസ്റ്റോറിക്കൽ റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ട് ഇൻറ്റേർണൽ ക്രിറ്റിസിസം ആണ് വന്നിരിക്കുന്നത്. ഉത്തരം ഇവിടെ ഓപ്ഷൻ ബിയിലാണ് കേട്ടോ. ഉത്തരം ഓപ്ഷൻ ബി ആണ്. അപ്പോൾ ഹിസ്റ്റോറിക്കൽ റിസർച്ച് ഇൻറ്റേർണൽ ക്രിറ്റിസിസം ആണ്. ദെൻ ഫെനോമെനോളജിക്കൽ റിസർച്ച് അത് വരുന്നത് ഇൻഡിവിജ്വൽ എക്സ്പീരിയൻസ് ഓഫ് സംതിങ് ആണ്. എത്നോഗ്രാഫിക് റിസർച്ച് എന്താണ്? ഡിസ്ക്രൈബിങ് കൾച്ചർ ഓഫ് എ ഗ്രൂപ്പാണ്. അപ്പോൾ അത് വെച്ച് തന്നെ നിങ്ങൾക്ക് എന്താണ് ഏതെങ്കിലും ഒരു ഓപ്ഷൻ. അപ്പോൾ എത്നോഗ്രഫി എന്താണ്? എത്നിസിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന പഠനശാഖയാണ് അല്ലേ. അപ്പോൾ എത്നിസിറ്റി മീൻസ് എന്താണ്? കൾച്ചേഴ്സിനായിട്ട് ബന്ധമല്ലേ. എത്നിസിറ്റി മീൻസ് കൾച്ചർ, ഈത്തോസ്. പിന്നെന്താണ്? സർവേ റിസർച്ച് എന്താണ്? അത് നിലവിലെ കറണ്ട് സ്റ്റാറ്റസ് ആണ്. ഓക്കെ, അപ്പോൾ അതാണ് അതിൽ പറയുന്നത്. അടുത്ത ചോദ്യമാണ് ദ സ്കോറിംഗ് ഗൈഡ് ദാറ്റ് ഹെൽപ്സ് ടീച്ചേഴ്സ് ടു ഇവാലുവേറ്റ് സ്റ്റുഡൻറ്റ് പെർഫോമൻസ് ബേസ്ഡ് ഓൺ എ റേഞ്ച് ഓഫ് ക്രൈറ്റീരിയ. എന്താ വരുന്നത്? പോർട്ട്ഫോളിയോ ആണോ, റൂബ്രിക് ആണോ, പിയർ അസസ്മെൻ്റ് ആണോ, റിഫ്ലക്റ്റീവ് ജേർണൽ ആണോ? ദാറ്റ് ഈസ് റൂബ്രിക്. ഓക്കെ, റൂബ്രിക് എന്നുള്ളതാണ് ഉത്തരമായിട്ട് വരുന്നത്. ദെൻ എ സ്റ്റുഡൻസ് വർക്ക് വിച്ച് കണ്ടെയ്ൻ ന്യൂ ഇൻഫറൻസസ് റിസൾട്ടിങ് ഫ്രം അനാലിസിസ് ഓഫ് ഇൻഫർമേഷൻ എന്താണ്? അതായത് ഒരു പുതിയ ഇൻഫറൻസ് കണ്ടെത്തുകയാണ്. അത് അസൈൻമെൻ്റ് ആണോ, സെമിനാർ ആണോ, പ്രൊജക്റ്റ് ആണോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആണോ? പ്രൊജക്റ്റാണ് വരുന്നത്. ഒരു ഇൻഫറൻസ് കണ്ടെത്തുക എന്നുള്ളതാണ് പ്രൊജക്റ്റിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ക്വസ്റ്റ്യൻ നമ്പർ 18. രാമു സ്റ്റാൻഡ്സ് ബെറ്റർ ദാൻ 80% ഓഫ് ദ സ്റ്റുഡൻസ് ഇൻ ഹിസ് ക്ലാസ്. ദിസ് ഈസ് എന്താണത്? അത് ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻ ആണോ, ക്രൈറ്റീരിയ റെഫറൻസ്ഡ് ആണോ, നോം റെഫറൻസ്ഡ് ആണോ, ഇവാലുവേഷൻ ആണോ? ഇവിടെ വന്നിരിക്കുന്നത് എന്താണ്? നോം റെഫറൻസ്ഡ് ഇവാലുവേഷൻ ആണ്. ഓപ്ഷൻ നമ്പർ സി ആണ് ഇവിടെ വന്നിരിക്കുന്ന ഉത്തരം. പിന്നെ കൃത്യമായിട്ടുള്ള സീക്വൻസിൽ എന്താണ്? ഓഫ് ഡിസ്ക്രിപ്ഷൻ ഓഫ് മേജർ കാറ്റഗറീസ് ഇൻ കോഗ്നിറ്റീവ് ഡൊമെയിൻ. അപ്പോൾ അതിൽ എന്താണ്? ആദ്യം നോളേജ് ആണ്, പിന്നെ കോംപ്രിഹെൻഷൻ വരും, പിന്നെ അത് അപ്ലൈ ചെയ്യുക, അത് കഴിഞ്ഞ് അനലൈസ് ചെയ്യുക, ദെൻ സിന്തസൈസ് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക? ഇവാലുവേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ആദ്യം അറിവാണ് വേണ്ടത്, പിന്നെ അതിൻ്റെ കോംപ്രിഹെൻഷനാണ്. കോംപ്രിഹെൻഷൻ മീൻസ് എന്താണ്? അത് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. പിന്നെന്താണ്? അത് അപ്ലൈ ചെയ്യുക, പിന്നെ അത് അനലൈസ് ചെയ്യുക, പിന്നെ എന്ത് ചെയ്യുക? സിന്തസൈസ് ചെയ്യുക. സിന്തസൈസിന് ശേഷം മാത്രമാണ് എന്ത് വരിക? ഇവാലുവേഷൻ വരിക എന്നുള്ളതാണ്. അപ്പോൾ ഇതിന് സിന്തസൈസിന് ശേഷം ഇവാലുവേഷൻ, ആപ്ലിക്കേഷന് ശേഷം അനാലിസിസ്, നോളേജിന് ശേഷം എന്താണ്? കോംപ്രിഹെൻഷൻ, ആപ്ലിക്കേഷന് നേരെ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക? അനാലിസിസ്, സിന്തസൈസിന് ശേഷം എന്ത്? ഇവാലുവേഷൻ. അങ്ങനെ ഒന്ന് ഓർത്ത് വെക്കുക. അതാണ് എന്ത്? കോഗ്നിറ്റീവ് ഡൊമൈൻ്റെ റൈറ്റ് സീക്വൻസ്. ദെൻ വിച്ച് ഓഫ് ദീസ് ഈസ് നോട്ട് എ 3-dimensional എയ്ഡ്? ഇതിലെന്താണ് 3-dimensional എയ്ഡ് അല്ലാത്തത്? സ്പെസിമെൻ, മോക്കപ്പ്, മോഡൽ. അപ്പോൾ പോസ്റ്ററാണ് ഒരു 3-dimensional എയ്ഡ് അല്ലാത്തത്. ബാക്കി എല്ലാത്തിനും ഒരു 3 dimension വരുന്നുണ്ട്. സ്പെസിമെൻ, മോക്കപ്പ്,
മോഡലിലൊക്കെ. പിന്നെ വരുന്നത് ഇൻ വിച്ച് ആർട്ടിക്കിൾ ബിയോണ്ട് ദ സ്കോപ്പ് ഓഫ് പവേഴ്സ് കൺഫേർഡ് അണ്ടർ ആർട്ടിക്കിൾ 359 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. അത് 359 അപ്പുറത്തേക്ക് എന്താണ് ബിയോണ്ട് ദ സ്കോപ്പ് വരുന്ന ആർട്ടിക്കിൾ ഏതാണ്? സെക്ഷൻ അല്ലെങ്കിൽ ആർട്ടിക്കിൾ 21 ആണ്. ഓക്കെ. റൈറ്റ് ടു എഡ്യൂക്കേഷൻ ഈസ് എ റൈറ്റ് ടു വിച്ച് ഗ്രൂപ്പ് ഓഫ് ചിൽഡ്രൻ? ഏത് ഗ്രൂപ്പിനാണ് വരുന്നത്? 6 മുതൽ 16 വരെയുള്ള വിദ്യാർത്ഥികൾക്കാണ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ വരുന്നത്. അതായത് ഉന്നത വിദ്യാഭ്യാസം നേടുക എന്നുള്ളത് റൈറ്റ് ഓഫ് എഡ്യൂക്കേഷൻ അണ്ടറിൽ വരുന്നതല്ല. അവിടെയാണ് അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ചൂഷണങ്ങൾ നാട്ടിൽ നടക്കുന്നത്. വിച്ച് ഈസ് ദ റിറ്റ് പ്രോഹിബിറ്റ് an inferior authority from doing an act which does not fall within its jurisdiction. ഒരു ഇൻഫീരിയർ അതോറിറ്റിക്ക് അതിൻ്റെ ജൂറിസ്ഡിക്ഷനിൽ വരാത്ത കാര്യങ്ങൾ പ്രൊഹിബിറ്റ് ചെയ്യുന്ന റിട്ട് ഏതാണ്? അത് പ്രൊഹിബിഷനാണ്. ഓക്കെ. ദെൻ നെയിം ദ കമ്മീഷൻ വിച്ച് സബ്മിറ്റഡ് ദ റിപ്പോർട്ട് ഓൺ സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻഷിപ്പ്. ഏത് കമ്മീഷനാണ് സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻഷിപ്പിൻ്റെ അതിൻ്റെ റിലേഷൻഷിപ്പായിട്ട് ബന്ധപ്പെട്ടിട്ടൊരു റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തത്? അത് സർക്കാരിയ കമ്മീഷനാണ്. വിച്ച് ഇസ് ദ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി ഡിമാൻഡിങ് ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് എൻവയോൺമെൻറ്റ്? എൻവയോൺമെൻറ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ള ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി 51A സബ്സെക്ഷൻ ജിയിലാണ് വരുന്നത്. 51A ജിയിലാണ് 51A ജിയിലാണ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി ആയിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. Who presides over the joint session of parliament to solve legislative deadlock? അപ്പോൾ ജോയിൻറ്റ് സെഷൻ ഓഫ് പാർലമെൻറ്റ് ആരാണ് പ്രിസൈഡ് ചെയ്യുക? ഒരു ലെജിസ്ലേറ്റീവ് ഡെഡ്ലോക്ക് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് സ്പീക്കറാണ്. സി ആണ് ഉത്തരം വരുന്നത്. വിച്ച് ഇസ് ദ സെക്കൻഡ് അപ്പലേറ്റ് അതോറിറ്റി ഓഫ് ഇൻ ദ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്? റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ടിലെ സെക്കൻഡ് അപ്പലേറ്റ് അതോറിറ്റി വരുന്നത് സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷനാണ്. What is the name of the employment guarantee program of the central government? എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി എന്താണ്? MGNERGS ആണ്. ഓപ്ഷൻ എ ആണ്. പിന്നെ വിച്ച് ഇസ് ദ ഡേ ഒബ്സർവിങ് വേൾഡ് ബ്ലഡ് ഡൊണേഷൻ ഡേ? ദാറ്റ് ഈസ് June 14. ജൂൺ 14 വേൾഡ് ബ്ലഡ് ഡൊണേഷൻ ഡേ വരുന്നത്. എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ ആക്ട് ഏത് വർഷമാണ്? 1986 എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ ആക്ട് വരുന്നത്. ഇനി നമ്മുടെ അക്കൗണ്ടിങ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. സിംഗിൾ എൻട്രി ഇസ് എ സിസ്റ്റം വെയർ എന്താണ്? ഓൺലി വൺ ആസ്പെക്ട് റെക്കോർഡിംഗ് ആസ് പെർ കൺവീനിയൻസ്, ഓൺലി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഈസ് പ്രിപ്പയർഡ്, നൺ ഓഫ് ദീസ്. റെക്കോർഡിംഗ് ആസ് പെർ കൺവീനിയൻസ് ആണ് സിംഗിൾ എൻട്രിയിൽ. വൺ ആസ്പെക്റ്റ് മാത്രം നിർബന്ധപൂർവ്വം ചെയ്യുന്നതല്ല, കൺവീനിയൻറ്റ് റെക്കോർഡിംഗ് ആണ് ശരിക്കും സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ വരുന്നത്. ക്യാഷ് ഫ്രം ഓപ്പറേഷൻ ശരിക്കും എന്താണ്? നെറ്റ് പ്രോഫിറ്റ് പ്ലസ് ഇൻക്രീസ് ഇൻ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്, ദെൻ നെറ്റ് പ്രോഫിറ്റ് പ്ലസ് ഇൻക്രീസ് ഇൻ ഡെപ്റ്റേഴ്സ്, നെറ്റ് പ്രോഫിറ്റ് പ്ലസ് ഇൻക്രീസ് ഇൻ സ്റ്റോക്ക്, നെറ്റ് പ്രോഫിറ്റ് പ്ലസ് ഡിപ്രിസിയേഷൻ. ഇപ്പോൾ നെറ്റ് പ്രോഫിറ്റിൻ്റെ കൂടെ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് ആഡ് ചെയ്താൽ മതി, നമുക്ക് ക്യാഷ് എത്ര കിട്ടിയെന്നുള്ളത്. അത് ആ ക്യാഷ് കൊടുത്തിട്ട് ചെല്ലാം. സോ ക്യാഷ് ഫ്രം ഓപ്പറേഷൻ ഇസ് ഈക്വൽ ടു നെറ്റ് പ്രോഫിറ്റ് പ്ലസ് ഇൻക്രീസ് ഇൻ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ്. ദെൻ ഇഫ് പ്രപ്പോസ്ഡ് ഡിവിഡൻഡ് ഈസ് ട്രീറ്റഡ് ആസ് കറണ്ട് ലയബിലിറ്റി, ദെൻ പേയ്മെൻറ്റ് ഓഫ് ഡിവിഡൻഡ് എന്തായിട്ട് വരും? ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ടാണോ, സോഴ്സ് ഓഫ് ഫണ്ടാണോ, ബോത്ത് സോഴ്സ് ആൻഡ് ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ടാണോ, നോ ഫ്ലോ ഓഫ് ഫണ്ടാണോ? നോ ഫ്ലോ ഓഫ് ഫണ്ടായിട്ടാണ് കണക്കാക്കേണ്ടത്. കറണ്ട് ലയബിലിറ്റി ആയിട്ട് കണക്കാക്കി കഴിഞ്ഞാൽ പേയ്മെൻറ്റ് ഈസ് നോ ഫ്ലോ ഓഫ് ഫണ്ടായിട്ടാണ് എന്ത് കണക്കാക്കുക. ദ അക്യുമുലേറ്റഡ് ലോസസ് അണ്ടർ സ്കീം ഓഫ് ഇൻറ്റേർണൽ റീകൺസ്ട്രക്ഷൻ ആർ റിട്ടൺ ഓഫ് അഗെയിൻസ്റ്റ്. അപ്പോൾ ഇൻറ്റേർണൽ റീകൺസ്ട്രക്ഷനിൽ വരുന്ന അക്യുമുലേറ്റഡ് ലോസ് എങ്ങനെയാണ് റൈറ്റ് ഓഫ് ചെയ്യുന്നത്? ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ട് ആയിട്ടാണ് റൈറ്റ് ഓഫ് ചെയ്യുന്നത്. ദെൻ if rate of gross profit 20% on cost of goods sold and sales are rupees 1 lakh, the amount of gross profit will be, അതായത് ഗ്രോസ് പ്രോഫിറ്റിൻ്റെ റേറ്റ് 20% കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. ഓക്കെ, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിന് 20%, സെയിൽസ് അപ്പം എത്ര 1 ലക്ഷം ആവുകയാണെങ്കിൽ
വാട്ട് ഈസ് ദ എമൗണ്ട് ഓഫ് ഗ്രോസ് പ്രോഫിറ്റ് എത്ര വരും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലൊരു ചോദ്യം തരികയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇവിടെ പെർസെൻറ്റേജ് ഓഫ് ഗ്രോസ് പ്രോഫിറ്റ് ഓൺ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഇവിടെ കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഇവിടെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കിട്ടണമെങ്കിൽ എന്താണ് ഈ 1 ലാഖിൻ്റെ ഡിവൈഡ് ബൈ ഈ 20% ഉണ്ടല്ലോ, അതിനെന്ത് ചെയ്യുക, 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, 0.2. അപ്പോൾ ഇവിടെ 1 ലാഖ് ഡിവൈഡ് ബൈ 1.1 പ്ലസ് 0.02. അപ്പോൾ 1 ലാഖ് ഡിവൈഡ് ബൈ 1.2 വിച്ച് ഇസ് ഈക്വൽ ടു 83,333.3 വരും. ഓക്കെ, 333.3 വരും. എന്നിട്ട് എന്ത് ചെയ്യുക, അതാണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. അപ്പോൾ ഗ്രോസ് പ്രോഫിറ്റ് അല്ലേ ചോദിച്ചത്. അപ്പോൾ ഈ 1 ലാഖിന് എന്ത് ചെയ്യുക, ഈ എമൗണ്ട് കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന എമൗണ്ടാണ് ഈ പറയുന്ന 16,667. ഓക്കെ, അങ്ങനെയാണ് അതിൻ്റെ ഒരു കാൽക്കുലേഷൻ വരുന്നത്. പിന്നെ ഇൻ കേസ് ഓഫ് ലിക്വിഡേഷൻ ഓഫ് കമ്പനീസ്, ഡിബെഞ്ചർ ഹോൾഡേഴ്സ് ഹാവിങ് ഫ്ലോട്ടിംഗ് ചാർജ് ഓൺ അസെറ്റ്സ് ഹാവ് പ്രയോറിറ്റി ഇൻ പേയ്മെൻറ്റ്. ലിക്വിഡേറ്റ് ചെയ്യുന്ന നേരത്ത് എന്താണ്, ഡിബെഞ്ചർ ഹോൾഡേഴ്സിന് എന്തുണ്ട്, ഹാവിങ് ഫ്ലോട്ടിംഗ് ചാർജ് ഓൺ അസെറ്റ്സ് ഹാവ് പ്രയോറിറ്റി ഇൻ പേയ്മെൻറ്റ് ഓഫ് വാട്ട്, സെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് ആണോ, അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് ആണോ, പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ് ആണോ, നൺ ഓഫ് ദി അബവ് ആണോ. അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് ആണ്, അവരിൽ മുകളിലാണ് അവർക്ക് എന്തുള്ളത്, ഒരു പ്രയോറിറ്റി ഉള്ളത്. ഗുഡ്സ് വർത്ത് ₹10,000 ടേക്കൺ ബൈ ദ പ്രൊപ്പറേറ്റർ ഫോർ പേഴ്സണൽ യൂസ് ഷുഡ് ബി ക്രെഡിറ്റഡ് ടു. 10,000 രൂപ വില വരുന്ന ഗുഡ്സ് ഉണ്ട്, ബൈ ദ പ്രൊപ്പറേറ്റർ ഫോർ പേഴ്സണൽ യൂസ് ഷുഡ് ബി എങ്ങോട്ടാണ് ക്രെഡിറ്റ് ചെയ്യുക, എക്സ്പെൻസിലേക്കാണോ, സെയിൽസിലേക്കാണോ, പർച്ചേസിലേക്കാണോ, അല്ലെങ്കിൽ ഡ്രോയിങ്സിലേക്കാണോ. പർച്ചേസ് അക്കൗണ്ടിലേക്കാണ് ഇത് ക്രെഡിറ്റ് ചെയ്യുക. ഗുഡ്സ് പ്രൊപ്പറേറ്റർ പേഴ്സണൽ യൂസിന് കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് പർച്ചേസ് അക്കൗണ്ടിലേക്കാണ് ക്രെഡിറ്റ് ചെയ്യുക. ഡ്രോയിങ്സ് ടു പർച്ചേസിലേക്കാണ് ക്രെഡിറ്റ് ചെയ്യുക. കാര്യം പർച്ചേസ് കോസ്റ്റിലേക്ക് കൊണ്ടുപോകാൻ പാടില്ല, സെയിൽസിലേക്ക് അങ്ങനെ എടുക്കാൻ പാടില്ലല്ലോ. പിന്നെന്താണ്, ഇൻ അക്കൗണ്ടിങ് പ്രോഫിറ്റ് പ്രയർ ടു ഇൻകോർപ്പറേഷൻ ഇസ് ട്രീറ്റഡ് ആസ് എന്തായിട്ടാണ്, റവന്യൂ റിസർവ് ആണോ, സീക്രട്ട് റിസർവ് ആണോ, ഇത് ജനറൽ റിസർവ് ആണോ, ക്യാപിറ്റൽ റിസർവ് ആണോ. ക്യാപിറ്റൽ റിസർവ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യേണ്ടത്. ഇഫ് ദ കറണ്ട് റേഷ്യോ ഇസ് 2:1, വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് 60,000, വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് കറണ്ട് അസെറ്റ്. ഓപ്ഷൻ എ ആയിട്ടാണ് വരിക. ഓക്കെ, കറണ്ട് അസെറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റി ആണെന്ത്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എന്ത് കിട്ടണം നമുക്ക്, നിങ്ങളാദ്യം നോക്കണം ഈ ഒരു റേഷ്യോ കറക്റ്റായിട്ട്. ഇവിടെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ കറണ്ട് അസെറ്റ് 1 ലാഖ് വന്നാൽ, 1 ലാഖ് വരികയാണെങ്കിൽ, ഞാൻ ഈ ഉദാഹരണം പറയുകയാണ്, ദെൻ കറണ്ട് ലയബിലിറ്റി ഷുഡ് ബി 40,000, അങ്ങനെ വർക്കിംഗ് ക്യാപിറ്റൽ 60,000 വരുള്ളൂ. അപ്പം 10ഉം ഈ ഇത് കൊടുത്താൽ 40,000 എടുത്തു കഴിഞ്ഞാൽ റേഷ്യോ ഒരിക്കലും എന്താണ്, അത് 5:2 ആണ് വരുന്നത് അല്ലേ, അത് 2:1 അല്ല. അങ്ങനെ ഓരോന്ന് നോക്കുക നിങ്ങൾ. അപ്പോൾ ഇതാണ് കറക്റ്റായിട്ട് ആ റേഷ്യോയും അതേമാതിരി ഡിഫറൻസ് 60,000 കൃത്യമായിട്ട് കിട്ടുക. കറണ്ട് അസെറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റിയാണ് വർക്കിംഗ് ക്യാപിറ്റൽ. അപ്പോൾ അത് വെച്ചിട്ട് ഇത് കറണ്ട് അസെറ്റിൻ്റെ വാല്യൂ കൊടുത്തത്. അപ്പോൾ ഇതിൻ്റെ കേസ് പറയുമ്പോൾ കറണ്ട് ലയബിലിറ്റി എന്തായിരിക്കും, 60,000 ആയിരിക്കും. അപ്പോൾ 2:1 കറക്റ്റുമായി, ഇതും എന്താണ്, കൃത്യമാണ്. പിന്നെ ഇൻ ഇന്ത്യ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് പ്രിപ്പയർഡ് ഓൺ ദ ഗൈഡ് ലൈൻസ് ഓഫ് AS3 അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 3 പ്രകാരം. ഇൻഡേഴ്സ് ചോദിക്കാൻ 2017 ഈ ചോദ്യ പേപ്പർ വന്നിരിക്കുന്നത്. ഇൻഡേഴ്സിന് ആയിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളാണ് അതിൽ വരും കേട്ടോ. ഇപ്പോൾ AS3 ഇനി അഥവാ ചോദിക്കുകയാണെങ്കിൽ എന്താണ്, അത് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇൻഡേഴ്സ് 7 ആണ് എന്ത്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് വരുന്നത്. പിന്നെ കൺവേർഷൻ കോസ്റ്റ് എന്താണ്, കൺവേർഷൻ കോസ്റ്റ് B ആണ്. ഡയറക്റ്റ് വേജും ഫാക്ടറി ഓവർഹെഡും ആണ്. ഒരു മെറ്റീരിയലിനെ അതിനെ ഫാക്ടറിയിൽ ഇട്ടിട്ട് എന്താണ് നമുക്ക് ആവശ്യമുള്ള ഗുഡ്സായിട്ട് കൺവേർട്ട് ചെയ്യുന്നതിൻ്റെ പേരാണിത് കൺവേർഷൻ കോസ്റ്റ്. കോസ്റ്റ് ഓഫ് അബ്നോർമൽ ഐഡിൽ ടൈം ഈസ് ചാർജ്ഡ് ടു കോസ്റ്റിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആയിട്ടാണ് വരുന്നത്. കോസ്റ്റ് ഓഫ് അബ്നോർമൽ ഐഡിൽ ടൈം ഈസ് ചാർജ്ഡ് ടു എവിടേക്കാണ്, ഓവർഹെഡ് അല്ല, റെസ്പെക്റ്റീവ് ജോബ് അല്ല, കോസ്റ്റിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്കാണത് ചാർജ് ചെയ്യുന്നത്. കോൺസെപ്റ്റ് ഓഫ് ഐഡിയൽ കപ്പാസിറ്റി ഓഫ് പ്ലാന്റ് ആർ യൂസ്ഡ് ഇൻ കോസ്റ്റ് അക്കൗണ്ടിങ്. ഇറ്റ്സ് എന്താണ്, ഐഡിയൽ കപ്പാസിറ്റി ഓഫ് പ്ലാന്റ് ആസ് യൂസ്ഡ് ഇൻ കോസ്റ്റ് അക്കൗണ്ടിങ് ഇറ്റ്സ് എന്താണ്, തിയററ്റിക്കൽ മാക്സിമം കപ്പാസിറ്റി ആണോ, കപ്പാസിറ്റി യൂസ്ഡ് ഫോർ സ്റ്റാൻഡേർഡ് സെറ്റിംഗ് ആണോ,
കപ്പാസിറ്റി ബിലോ വിച്ച് പ്രൊഡക്ഷൻ ഷുഡ് നോട്ട് ഫോൾ ആണോ, ബെസ്റ്റ് കപ്പാസിറ്റി ഫോർ നോർമൽ പ്രൊഡക്ഷൻ ആണോ. ഇത് തിയററ്റിക്കൽ മാക്സിമം കപ്പാസിറ്റിയാണ് വരുന്നത്. വിച്ച് മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് ഇസ് യൂസ്ഡ് ഇൻ അണ്ടർടേക്കിങ്സ് ലൈക്ക് ഇലക്ട്രിസിറ്റി, ഗ്യാസ് സപ്ലൈ ആൻഡ് ഹോസ്പിറ്റൽസ്. എന്ത് കോസ്റ്റിംഗ് ആണ് എടുക്കുന്നത്? പ്രോസസ്സാണോ, ഓപ്പറേറ്റിംഗ് ആണോ, ജോബാണോ, ബാച്ച് കോസ്റ്റിംഗ് ആണോ? അപ്പോൾ ഇവിടെ ഇലക്ട്രിസിറ്റി, ഗ്യാസ് സപ്ലൈ, ഹോസ്പിറ്റൽസ് ഒക്കെ എന്താണ്? ഓപ്പറേറ്റിംഗ് കോസ്റ്റിങ്ങിൻ്റെ അണ്ടറിലാണ് വരുന്നത്. ദെൻ 1000 യൂണിറ്റ്സ് ആർ ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ എ പ്രോസസ് ഇൻ വിച്ച് നോർമൽ ലോസ് ഈസ് 150 യൂണിറ്റ്. ഇഫ് ആക്ച്വൽ ഔട്ട്പുട്ട് ഈസ് 1000 യൂണിറ്റ്, ദർ ഇസ് 1000 എന്ന യൂണിറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ പ്രോസസ്സ്. അതിൽ നോർമൽ ലോസ് 150 യൂണിറ്റ് ആണ്. അപ്പോൾ ആക്ച്വൽ ഔട്ട്പുട്ട് 1000 യൂണിറ്റ് ആണെങ്കിൽ എന്താണത്? അബ്നോർമൽ ഗെയിൻ ആണ്. ഓക്കെ, വിചാരിക്കാത്തൊരു ഗെയിൻ ആണ് അവിടെ. നോർമലായിട്ട് എന്തുണ്ട്? 150 യൂണിറ്റ് എന്തായാലും പോകേണ്ടതാണ്. അപ്പോൾ 850 യൂണിറ്റേ വരാൻ പാടുള്ളൂ അല്ലേ? അപ്പോൾ 150 യൂണിറ്റ് പിന്നെയും ഗെയിൻ കിട്ടിയെങ്കിൽ എന്താണ്? ദാറ്റ്സ് കൈൻഡ് ഓഫ് ആൻ അബ്നോർമൽ ഗെയിൻ. പിന്നെ എ ബഡ്ജറ്റ് ദാറ്റ് ഗിവ്സ് എ സമ്മറി ഓഫ് ഓൾ ഫങ്ഷണൽ ബഡ്ജറ്റ്സ് ഈസ് കോൾഡ് മാസ്റ്റർ ബഡ്ജറ്റ് ആണ്. എല്ലാ ബഡ്ജറ്റിൻ്റെ ഒരു സമ്മറി തരികയാണെങ്കിൽ ദാറ്റ് ഇസ് എ മാസ്റ്റർ ബഡ്ജറ്റ്. പ്രൊഡക്റ്റ് കോസ്റ്റ് അണ്ടർ മാർജിനൽ കോസ്റ്റിംഗ് ഇൻക്ലൂഡ് പ്രൈം കോസ്റ്റ് ആൻഡ് വേരിയബിൾ ഓവർ ഹെഡ് ആണ്. പ്രൊഡക്റ്റ് കോസ്റ്റ് അണ്ടർ മാർജിനൽ കോസ്റ്റ് എന്താണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്? പ്രൈം കോസ്റ്റും വേരിയബിൾ ഓവർ ഹെഡും ആണ്. ഇഫ് ദ ഡിബഞ്ചർ ക്യാരി ഇൻട്രസ്റ്റ് ആറ്റ് 15% പെർ ആനം ആൻഡ് കോർപ്പറേറ്റ് ടാക്സ് 30% ആണെങ്കിൽ കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് എത്ര വരുന്നത്? അത് 10 (1) ഡിവൈഡ് ബൈ 2% ആണ് വരുന്നത്. അതായത് 10.5% കേട്ടോ. അതായത് ഇഫ് ഡിബഞ്ചർ എന്താണ് 15% ക്യാരി ചെയ്യുന്നത്, കോർപ്പറേറ്റ് ടാക്സ് 30% എങ്കിൽ കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് എന്താണ് 10.5%, 10.5% ആണ്. ദെൻ ഡിസ്കൗണ്ട് റേറ്റ് വിച്ച് ഇക്വേറ്റ്സ്, അത് എങ്ങനെയാണ് ഇത് കണക്ക് കൂട്ടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ 15 അതിൻ്റെ 30% കാണാം. 15ൻ്റെ 30%, അതൊരു 4.5 വരില്ലേ? അതൊന്ന് കുറയ്ക്കുക. 15 മൈനസ് 4.5, ദാറ്റ് ഈസ് 10.5. അതാണ് വന്നിരിക്കുന്നത് 10.5%. ഡിസ്കൗണ്ട് റേറ്റ് വിച്ച് ഇക്വേറ്റ്സ് ദ പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ വിത്ത് പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോ. എന്താണ്? ഡിസ്കൗണ്ടഡ് പേ ബാക്ക് ആണോ, അക്കൗണ്ടിങ് റേറ്റ് ഓഫ് റിട്ടേൺ ആണോ, ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ ആണോ, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്? സി ആണ് വരുന്നത്. ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ ആണ് വരുന്നത്. മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ് ഇസ് എ സബ് വേരിയൻസ് ഓഫ്. മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ് എന്തിൻ്റെ സബ് വേരിയൻസ് ആണ്? മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് ആണോ, മെറ്റീരിയൽ മിക്സ് വേരിയൻസ് ആണോ, മെറ്റീരിയൽ yield വേരിയൻസ് ആണോ, മെറ്റീരിയൽ യൂസേജ് വേരിയൻസ് ആണോ? മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് ആണ് വരുന്നത്. ഡാഷ് ഈസ് ദ പ്രോസസ് ഓഫ് ഐഡൻറ്റിഫൈയിങ് ദ സോഴ്സ് ഓഫ് പൊട്ടൻഷ്യൽ എംപ്ലോയീസ് ആൻഡ് എൻകറേജിങ് ദം ടു അപ്ലൈ ഫോർ ജോബ്സ് ഇൻ ദ ഓർഗനൈസേഷൻ. എന്താണ്? റിക്രൂട്ട്മെൻ്റ് ആണ്. ഐഡൻറ്റിഫൈ ദ സോഴ്സ് ഓഫ് പൊട്ടൻഷ്യൽ എംപ്ലോയീസ് ആൻഡ് എൻകറേജിങ് ദം ടു അപ്ലൈ ഫോർ ജോബ്സ് ഇൻ ഓർഗനൈസേഷൻ. എന്താണ്? ദാറ്റ് ഈസ് റിക്രൂട്ട്മെൻറ്റ്. ഡാഷ് ഈസ് ആൻ ഓവറോൾ ആൻഡ് സയൻറ്റിഫിക് അപ്രൈസൽ ഓഫ് ദ ക്വാളിറ്റി ഓഫ് മാനേജ്മെൻറ്റ്. കോസ്റ്റ് ഓഡിറ്റ് ആണോ, കൺട്രോളിംഗ് ആണോ, മാനേജ്മെൻറ്റ് ഓഡിറ്റ് ആണോ, റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിംഗ് ആണോ? എന്താണ്? മാനേജ്മെൻറ്റ് ഓഡിറ്റ് ആണ്. വെൻ ട്രെയിനീസ് ആർ അറ്റാച്ച്ഡ് ടു സീനിയർ വർക്കേഴ്സ് ഇറ്റ് ഈസ് കോൾഡ്. സീനിയർ വർക്കേഴ്സുമായിട്ട് ട്രെയിനീസ് അറ്റാച്ച് ചെയ്യുകയാണെങ്കിൽ എന്താണ്? വേഴ്സറ്റൈൽ ട്രെയിനിങ് ആണ്. ഫ്രഷർ ട്രെയിനിങ് ആണോ, അപ്രൻറ്റീസ് ട്രെയിനിങ് ആണോ, നൺ ഓഫ് ദി അബവ് ആണോ? അപ്രൻറ്റീസ് ട്രെയിനിങ് ആണ് വരുന്നത്. അറ്റാച്ച്ഡ് ടു സീനിയർ വർക്കേഴ്സ് ആണെങ്കിൽ അപ്രൻറ്റീസ് ആണ്. ദെൻ ഡാഷ് ഇസ് എ സ്മോൾ ഗ്രൂപ്പ് ഓഫ് people who voluntarily perform quality improvement activities at the workplace, that is ISO. പിന്നെ ഡാഷ് refers to the study of forces operating within a group. അതെന്താണ്? ഗ്രൂപ്പ് ഡൈനാമിക്സ് ആണ്. അതായത് refers to study of forces operating within a group എന്താണ്? ഗ്രൂപ്പ് ഡൈനാമിക്സ്. ഗ്രൂപ്പ് നോമല്ല, ഗ്രൂപ്പ് റോൾസ് അല്ല, ഗ്രൂപ്പ് ബിഹേവിയർ അല്ല, ഗ്രൂപ്പ് ഡൈനാമിക്സ്. ദ നെയിം ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ് വാസ് സജസ്റ്റഡ് ബൈ ആരാണ്? ജോസഫ് എം ജൂറൻ ആണോ, ഫിലിപ്പ് ബി കോഷി, നാൻസി വാറൻ, ദെൻ ജെനിച്ചി ടാഗുച്ചി ഡോക്ടർ. അപ്പോൾ അതല്ല,
സി നാൻസി വാർനാണ്. ദ പ്രോസസ് ഓഫ് സ്റ്റിമുലേറ്റിംഗ് പീപ്പിൾ ടു ആക്ഷൻ എന്താണ്? മോട്ടിവേഷൻ ആണോ, ലീഡർഷിപ്പ് ആണോ, അതോറിറ്റി ആണോ, ഡയറക്റ്റിംഗ് ആണോ? ദാറ്റ് ഈസ് മോട്ടിവേഷൻ. ദെൻ dash is the need to fulfill what a person considered to be mission of his life. That is physiological, social, safety, self-actualization. Fulfill what a person considered to be the mission in his life. അത് എന്താണ്? ഫിസിയോളജിക്കൽ ആണ്. Then training imparted to new employee to induct him into social setting work. Social setting of his work is called ഓറിയൻറ്റേഷൻ ട്രെയിനിങ് ആണ്. ഓക്കെ, ഒരു സോഷ്യൽ സെറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ളത്. ദെൻ എന്താണ്? ഡാഷ് ഇസ് ദ പ്രോസസ് ഓഫ് മാച്ചിങ് ക്വാളിഫിക്കേഷൻസ് ഓഫ് കാൻഡിഡേറ്റ് വിത്ത് റിക്രൂട്ട്മെൻറ്റ് ജോബ്സ് ടു ബി ഫിൽഡ്. ദാറ്റ് ഈസ് സെലക്ഷൻ. റേറ്റ് ഓഫ് ഇൻകം ടാക്സ് ആർ ഫിക്സ്ഡ് ബൈ ഫിനാൻസ് ആക്ട് പ്രകാരമാണ് റേറ്റ് ഓഫ് ഇൻകം ടാക്സ് ഫിക്സ് ചെയ്യുന്നത്. ബഡ്ജറ്റിൽ വരെയാണ് അത് ചെയ്യുക. പിന്നെ ഡെഫിനിഷൻ ഓഫ് ഇൻകം ഇൻക്ലൂസീവ്, exhaustive, complex, simple. That is inclusive. Income accrues in India is accessible for all assessees resident in India, not ordinarily resident in India, non-resident in India. That is all assessees. In which section of the Income Tax Act exempted incomes have been mentioned? Section 10-ലാണ് exempted income മെൻഷൻ ചെയ്തിരിക്കുന്നത്, ഒഴിവാക്കപ്പെട്ട ഇൻകംസ്. ദെൻ ഗവൺമെൻറ് എംപ്ലോയി റിസീവ്ഡ് ₹1,20,000 ആൻഡ് എൻ്റർടൈൻമെൻറ്റ് അലവൻസ് ₹10,000 ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയർ. He spent ₹6,000 on entertainment. He is entitled to deduction under section 16 subsection 2. ഏതാണ്? അപ്പോൾ എൻ്റർടൈൻമെൻറ്റ് അലവൻസിന് ₹5,000 അലവൻസ് കിട്ടുക, അത് ഡിഡക്ഷൻ കിട്ടുക. ഓക്കെ, അപ്പോൾ അത് 5,000 ആണ് ഗവൺമെൻറ് എംപ്ലോയി ആണെങ്കിൽ. പിന്നെ അണ്ടർ സെക്ഷൻ 44AB സ്പെസിഫൈഡ് ഡേറ്റ് മീൻസ് എന്താണ്? ജൂൺ 30 ആണോ, ജൂലൈ 31 ആണോ, ഒക്ടോബർ 31 ആണോ, നവംബർ 30 ആണോ? ദാറ്റ് ഈസ് 31 ഒക്ടോബർ. റേറ്റ് ഓഫ് ഡിപ്രിസിയേഷൻ ഓൺ ബുക്സ് അതർ ദാൻ ആനുവൽ പബ്ലിക്കേഷൻ എന്താണ്? 25%, 100%, 10% ആൻഡ് 60%. ഡിപ്രിസിയേഷൻ റേറ്റ് ഓഫ് ബുക്സ് വരുന്നത് 60%, 60% ആണ്. റെമ്യൂണറേഷൻ ഓഫ് എ പാർട്ട്ണർ ബൈ വേ ഓഫ് സാലറി, ബോണസ്, കമ്മീഷൻ എക്സെട്ര ഇസ് ടാക്സബിൾ അണ്ടർ പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷനാണ്, പാർട്ട്ണറായിട്ട് കിട്ടുകയാണെങ്കിൽ. CBDT ഏത് മിനിസ്ട്രീൻ്റെ അണ്ടറിലാണ് വർക്ക് ചെയ്യുന്നത്? ഫിനാൻസ് മിനിസ്ട്രിയാണ്. ടാക്സ് ഈസ് ചാർജ്ഡ് ഓൺ ദ നെറ്റ് വെൽത്ത് ഓഫ് എൻ assessee അറ്റ് ദ റേറ്റ് ഓഫ് എന്താണ്? 1% ആണ്. ഓക്കെ, ടാക്സ് ഇസ് ചാർജ്ഡ് ഓൺ ദ നെറ്റ് വെൽത്ത്. ഒരു വെൽത്തിന് വരുന്ന എന്താണ് റേറ്റ് വരുന്നത്? 1% ആണ് വരുന്നത്. അണ്ടർ ഡാഷ് അപ്രോച്ച് ഓഫ് സിസ്റ്റം ഡെവലപ്മെൻറ്റ്, ഓൾ സിസ്റ്റം ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസ് ആർ ഡൺ ഇൻ എ സീക്വൻഷ്യൽ ഓർഡർ. അത് ട്രഡീഷണൽ അപ്രോച്ചാണ്. MIS എന്താണ്? കോൺസെപ്ച്വൽ, എംപിറിക്കൽ, ബോത്ത് കോൺസെപ്ച്വൽ ആൻഡ് എംപിറിക്കൽ നണ്ണ്. അത് കോൺസെപ്ച്വലുമാണ്, എംപിറിക്കൽ സിസ്റ്റമാണ് MIS എന്ന് വെച്ച് കഴിഞ്ഞാൽ. ദെൻ ദ പ്രോസസ് ഓഫ് ഡിവൈഡിങ് ദ കോംപ്ലക്സ് സിസ്റ്റം ഇൻ ടു വേരിയസ് മാനേജബിൾ സബ് സിസ്റ്റം എന്താണ്? ദാറ്റ് ഈസ് സിസ്റ്റം ഫാക്ടറിങ്. സിസ്റ്റം ഫാക്ടറിങ് എന്നാണ് പറയുക. പ്രോസസ് ഓഫ് ഡിവൈഡിങ് ദ ബിഗ് കോംപ്ലക്സ് സിസ്റ്റം ഇൻ ടു വേരിയസ് മാനേജബിൾ സബ് സിസ്റ്റം എന്താണ്? ദാറ്റ് ഈസ് സിസ്റ്റം ഫാക്ടറിങ്. നാലാമത്തത് അണ്ടർ ഡാഷ് മെത്തേഡ് ബോത്ത് ദ ഓൾഡ് ആൻഡ് ന്യൂ സിസ്റ്റം വിൽ ഓപ്പറേറ്റ് the organization until the end users agree to switch over to the new system. That is option A, parallel conversion. Next point, dash is the process of loosening different subsystem in order to simplify interconnection between them. Decoupling ആണ്. Process of loosening different subsystem in order to simplify interconnections. That is decoupling. The type of DSS in which decision makers uses statistical simulations to come up with a solution or strategy is known as എന്താണ്? മോഡൽ ഡ്രിവൺ DSS ആണ്. ഓക്കെ, അത് uses statistical simulation to come up with solution of strategy. That is model driven DSS. Dash
can be used to transfer file between computers. That is FTP, File Transfer Protocol. Which is the first web browser? That is Mosaic. Mosaic is the first web browser. Dash feedback causes system to repeat adjustment or action. Positive feedback. Okay. Then law of requisite varieties propounded by Rosie Ashby. CAC 40 index is the stock exchange index of which country? France ൻ്റെതാണ്. CAC 40. Which of the following is not an exotic option? That is long option. Exotic option അല്ലാത്തത് long option ആണ്. Candlestick chart method of technical analysis developed by Japanese ആണ് candlestick chart കൊണ്ടുവന്നത്. Which of the following is not an assumption of capital asset pricing model portfolio theory? അത് വരുന്നത് ടാക്സ് ആൻഡ് ട്രാൻസാക്ഷൻ കോസ്റ്റ് എക്സിസ്റ്റ് ഇൻ ദ മാർക്കറ്റ്. അത് ഉണ്ടാവാൻ പാടില്ല ക്യാപിറ്റൽ അസറ്റിൽ. ഇൻവെസ്റ്റർ റിസ്ക് അവേഴ്സ് ആയിരിക്കണം. ഇൻവെസ്റ്റേഴ്സ് ആർ യൂട്ടിലിറ്റി മാക്സിമൈസേഴ്സ് റാദർ ദാൻ റിട്ടേൺ മാക്സിമൈസേഴ്സ്. ഓൾ ഇൻവെസ്റ്റേഴ്സ് ഹാവ് സെയിം ടൈം പീരിയഡ് ഓർ ആസ് ഇൻവെസ്റ്റ്മെൻറ്റ് horizon, but transaction cost and tax should not exit. അപ്പോൾ അത് എക്സിറ്റ് ചെയ്യുന്നു പറഞ്ഞതാണ്. അതാണ് അതിൽ നോട്ട് എൻ അസംഷൻ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ ഫോർമുല പ്ലാൻ ഫോർ പോർട്ട്ഫോളിയോ റിവിഷൻ? അത് ഫിക്സ്ഡ് റുപ്പി പ്ലാനാണ്. പിന്നെ ഡാഷ് ഇൻവെസ്റ്റ്മെൻറ്റ് കോൺസെൻട്രേറ്റ് ഓൺ വാല്യൂ ഓഫ് എപ്രിസിയേഷൻ ഓഫ് സെക്യൂരിറ്റീസ് ആൻഡ് നോട്ട് ഓൺ ദ റെഗുലാരിറ്റി ഓഫ് ഇൻകം. അതെന്താണ്? നെസ്റ്റ് എഗ്സ് ആണ്. മ്യൂച്വൽ ഫണ്ട് വിച്ച് ഇൻവെസ്റ്റ് മെയിൻലി ഇൻ ഡാർക്ക് ഹോഴ്സ് എന്താണ്? ദാറ്റ് ഈസ് ഗ്രോത്ത് ഫണ്ട്. Then Dash was established in 1990 with an objective to provide alternative market for securities smaller companies, that is OTCEI, over the counter exchange. പിന്നെ 89th question, Dash is the process of fixing price of an issue of securities on a feedback from potential investors based on their perception about company. അത് ബുക്ക് ബിൽഡിംഗ് ആണ്. Settlement of forward delivery contract cannot be done through none of these ആണ്. Liquidation in full അല്ല, liquidation by payment of difference അല്ല, carry over to the next settlement അല്ല. Then sweat equity shares are the shares issued to the director or employee of a company at a discount ആണ്. The balanced scorecard supplies top managers with dash view of business. That is fast but comprehensive. Dash is a merger of two or more companies that compete in same industry. Horizontal merger. Hewlett Packard, HP, is the world dominant leader in its laser printer business with high growth and high market share as per Boston Consulting Group BCG metrics. HP falls in one of the following categories, that is star ആണ്. Dash is a market situation under which there is single buyer of a product service. അത് monopsony ആണ്. ഓക്കെ, സിംഗിൾ ബയർ ആണ് monopsony. Then prime focus of 3.0 marketing is എന്താണ്? value driven. Then product centric, consumer centric, brand driven marketing, that is value driven marketing. 360-degree method relates to എന്താണ്? performance appraisal ആണ്. Concept of zero defect was developed by Philip Crosby ആണ് zero defect ഡെവലപ്പ് ചെയ്തത്. A variable such as activity that causes cost over given time is cost driver. ഓക്കെ, അപ്പോൾ എന്താണ്? കോസ്റ്റ് ഓഫ് ഗിവൺ ടൈം എന്നാണ് കോസ്റ്റ് ഡ്രൈവർ. ഫാക്ടർ എൻഡോമെൻറ്റ് തിയറി ഓഫ് ഇൻ്റർനാഷണൽ ട്രേഡ് വാസ് ഇനീഷ്യേറ്റഡ് ബൈ ബർട്ടിൽ ആൻഡ് ഓഹ്ലിൻ. ഓക്കെ, അപ്പോൾ ഇതൊക്കെ കോർപ്പറേറ്റ് സ്ട്രാറ്റജി ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന, കോർപ്പറേറ്റ് ഗവേണൻസിൽ കോർപ്പറേറ്റ് സ്ട്രാറ്റജി ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന എന്താണ് ചോദ്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ നന്നായിട്ടൊന്ന് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്.